കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന് പ്രതിസന്ധി തുടരുന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നത്. അതേസമയം വ്യാഴാഴ്ച ആശുപത്രിയുടെ പുറത്തുള്ള ന്യായവില മരുന്ന് ഷോപ്പ് അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഭാഗമായാണ് ന്യായവില മരുന്ന് ഷോപ്പ് അടച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത്. മരുന്ന് വിതരണക്കാരുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നത്. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള കോടികളുടെ കുടിശ്ശികയുടെ കാര്യത്തിൽ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചർച്ചയിൽ ജില്ലാ കളക്ടർ അറിയിച്ചു. ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും കളക്ടർ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ പ്രതിനിധികളെ ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ട്. മരുന്ന് വിതരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച ആശുപത്രിയുടെ പുറത്തുള്ള ന്യായവില മരുന്ന് ഷോപ്പ് അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ സ്റ്റോക്ക് എടുപ്പിന്റെ ഭാഗമായാണ് ന്യായവില മരുന്ന് ഷോപ്പ് അടച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത്. ഈ ന്യായവില മരുന്ന് ഷോപ്പ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്ന അറിയിപ്പ് രോഗികൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ആശുപത്രിക്കകത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ന്യായവില കൗണ്ടർ ഇന്ന് അടയ്ക്കുമെന്നും അറിയിച്ചു. ഇതും സ്റ്റോക്ക് എടുപ്പിന്റെ ഭാഗമാണെന്നാണ് അധികൃതർ നൽകുന്ന അറിയിപ്പ്. എന്നാൽ മരുന്ന് വിതരണം നിർത്തിവെച്ചതാണ് ഇങ്ങനെ അടിക്കടി ന്യായവില ഷോപ്പുകൾ അടയ്ക്കുന്നതിന് കാരണമെന്നാണ് രോഗികളും കൂട്ടിരിപ്പുകാരുടെയും അഭിപ്രായം. ഷോപ്പുകൾ അടച്ചുപൂട്ടിയതോടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള കാരുണ്യനീതി സ്റ്റോറുകളിലും മരുന്നിന്റെ കുറവ് നേരിടുന്നുണ്ട്. ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് ഏറിയ വിലയ്ക്ക് പുറമേ നിന്ന് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കൂടാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും രോഗികൾ വലിയ വില കൊടുത്താണ് വാങ്ങുന്നത്. 75 കോടിയോളം രൂപയാണ് 70ഓളം മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. പേസ്മേക്കർ, സ്റ്റെന്റ് എന്നിവയുടെ വിതരണവും കുടിശ്ശിക അടിയന്തരമായി തീർത്തില്ലെങ്കിൽ ഈ മാസം 31 മുതൽ നിർത്തിവെക്കുമെന്ന് വിതരണക്കാർ അറിയിച്ചു. കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് മരുന്ന് വിതരണക്കാരുടെ സംഘടന നേരത്തെ തന്നെ കത്തു നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഗൗനിക്കാത്തതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലയ്ക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.